ഇത് വന്നേക്കുന്ന ഐറ്റമാണ് പൂക്കളർ ഷഡ്ഡി. ആർക്ക് വേണേലും എടുത്ത് നോക്കുക. സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ മുടക്കി കടിക്കുന്ന പട്ടിയെ മേടിച്ചതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ആളുകൾ ഓരോ FBന്ന് ഇൻസ്റ്റയിൽ നിന്നൊക്കെ ആഡ് കണ്ടിട്ട് ഓരോ സാധനം ബുക്ക് ചെയ്യും. വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമർ ടോർച്ച് എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തത്. അതിൽ ഒരെണ്ണം നമുക്ക് ഹാമർ ടോർച്ച് കിട്ടി. ഹാമർ ടോർച്ച് എന്ന് പറഞ്ഞാൽ തീരെ ലോ ക്വാളിറ്റി, നമ്മുടെ പിള്ളേർ കളിക്കുന്നൊരു ടോർച്ച്. ബാക്കി മുഴുവൻ വന്നേക്കുന്നത് ലേഡീസിൻ്റെ അടിവസ്ത്രമാണ്. അതും പൂക്കളുടെ സാധനമൊക്കെ വന്നേക്കുന്നത്, തീരെ ലോക്കൽ സാധനം. ഈ തരുന്നവന്മാർക്കൊരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? അത് പോട്ടെ, ഈ ബുക്ക് ചെയ്യുന്ന കസ്റ്റമർ ഇവർ ഈ വില കുറഞ്ഞിട്ട് ഓരോ ആഡ് കണ്ടിട്ട് ഓരോ സൈറ്റിൽ നിന്നൊക്കെ ബുക്ക് ചെയ്ത് വെക്കും. ഇതുകൊണ്ട് കൊടുക്കുന്ന പാവം ഞങ്ങളെപ്പോലുള്ളവർക്കാണ് പണി. കാര്യം ഇവർ ബുക്ക് ചെയ്ത് വെക്കും, നമ്മൾ സാധനം കൊണ്ട് കൊടുക്കും. നമ്മളും അറിയുന്നില്ല, അവരും അറിയുന്നില്ല എന്താ പ്രൊഡക്റ്റ് എന്ന്. ഇവർ നമ്മൾ പോയതിന് ശേഷമായിരിക്കും പൊട്ടിക്കുന്നത്. പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ കയ്യിൽ കിട്ടിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവനും കൊണ്ട് കസ്റ്റമർ എന്നൊക്കെ രക്ഷപ്പെടുന്ന ഞങ്ങളെ സമ്മതിക്കണം. അപ്പോൾ ഇങ്ങനൊരു സംശയം തോന്നിയത് കൊണ്ട് പൊട്ടിച്ച് നോക്കിയതാണ്. ഹാമർ ടോർച്ച് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ഒന്നുമില്ല. അങ്ങനത്തെ സംശയമാണ് പൊട്ടിച്ച് നോക്കാൻ കാര്യം. നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയതാണ് സ്ത്രീകളുടെ പൂക്കളർ ഷഡ്ഡി. അപ്പോൾ ഇതൊക്കെ ആയിട്ട് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അടി കിട്ടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും പറയാനുള്ള കസ്റ്റമറോടെ എപ്പോഴും ജെന്യൂനായ സൈറ്റിൽ നിന്ന് മാത്രം ബുക്ക് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ റിട്ടേൺ പോളിസിയൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഫ്ലിപ്പ്, ആമസോൺ, മിന്ത്ര, സ്നാപ്ഡീൽ അങ്ങനെ ഒരുപാട് സൈറ്റുകൾ നമുക്ക് ജെന്യൂനായിട്ടുണ്ട്. ഇതൊന്നും പോരാത്തതിന് എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടെന്നും പറഞ്ഞ് ചാടിക്കയറി ബുക്ക് ചെയ്യാൻ പോകുന്ന കസ്റ്റമറെ നിങ്ങളാണ് മണ്ടന്മാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നിട്ട് പോകാനുള്ള നിർവാഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ കൈ കിടക്കുന്ന പൈസ കൊടുത്ത് ഇതേപോലുള്ള സാധനമൊക്കെ മേടിച്ച് വെറുതെ നാളെ വരുന്നവർ അവന്മാർ നമ്മളെ പറ്റിച്ചെന്ന് പറയും. അങ്ങനെ 999, 569, 799 തുടങ്ങിയ എമൗണ്ടിൽ നമുക്ക് വരുന്ന ഷഡ്ഡികളാണ്. ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ. ഇത് ആമസോണിന്റെ പാക്കേജ് അല്ല. നമുക്ക് വന്നേക്കുന്നത് ടോർച്ചിന്റെ പേര് വന്നേക്കുന്നത് എല്ലാം ഷഡ്ഡിയാണ്. ഇത് മൊത്തം അങ്ങനെ വന്ന സാധനം കേട്ടോ. ഇത് ഷഡ്ഡി, നീല ഷഡ്ഡി. അപ്പൊ ഈ തേർഡ് പാർട്ടി ഷിപ്മെന്റ് നടത്തുന്നവർ, അതായത് ഫ്ലിപ്കാർട്ട് അല്ല സോറി, ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ആഡ് കണ്ടിട്ട് ബുക്ക് ചെയ്യുന്നവരുടെ ശ്രദ്ധക്കാണ് ഇതേപോലുള്ള വൻ രീതികളിൽ പറ്റിക്കപ്പെടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തല വെച്ച് കൊടുക്കാം, നമുക്ക് തന്നിട്ട് പോകാനുള്ള നിർവാഹം മാത്രമേ ഉള്ളൂ. അതെ.